ഹായ് സ്റ്റുഡൻസ്, സൈലം പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന NCERT ക്രാക്കറിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ടഫായ നീറ്റ് എക്സാമിനെ കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വരുത്തിയിരിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് നമ്മൾ NCERT ക്രാക്കർ എന്ന് പറയുന്നത്. NCERT ക്രാക്കർ എന്താണെന്ന് പല ആൾക്കാർക്കും സംശയം ഉണ്ടാവും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, നമ്മൾ ബോട്ടണിയുടെ NCERT എടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പേജ് തുറക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാണാം NCERTയുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ ഫസ്റ്റ് പേജാണുള്ളത്. ഈ ഫസ്റ്റ് പേജിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് റൈറ്റ് സൈഡ് പേജിൽ തന്നിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സിൻസ് ദ ഡോൺ ഓഫ് സിവിലൈസേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെയിം പാരഗ്രാഫ്, സെയിം ലൈൻ ആണ് ഫസ്റ്റ് പാരഗ്രാഫിൽ കാണുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ്റെ കോൺസെപ്റ്റ് ഈ പേജിൽ നിന്ന് എവിടുന്നാണ് വന്നത് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, ചില കുട്ടികളൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻ NCERTയിൽ ഉണ്ടോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോരോ പേജും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റൈറ്റ് സൈഡിൽ കാണുമ്പോൾ ആ ക്വസ്റ്റ്യനും ആ ലൈനും കണ്ടില്ലെങ്കിൽ നമുക്കത് റെഫർ ചെയ്ത് പഠിക്കാൻ ഒത്തിരി എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കോൺസെപ്റ്റ് പഠിക്കാനും അതിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാനും നമുക്ക് ഈസി ആയിരിക്കും. ഇതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ഉണ്ട്, അസേർഷൻ ടൈപ്പ് ഉണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് വായിച്ച് ക്ലാരിഫൈ ചെയ്യാം. ചില സ്ഥലത്ത് നോട്ട് എന്ന് പറഞ്ഞ വാക്കുണ്ടാവും, ചിലത് മെനി എന്നുള്ള വാക്കായിരിക്കും, ചിലത് സം എന്ന് പറയുന്ന വാക്കായിരിക്കും. ഇതൊക്കെയാണ് കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടാവുക. ഇപ്പം മെനി ഓഫ് ദ ബാക്ടീരിയ ആർ പാരസൈറ്റ്, സം ഓഫ് ദ ബാക്ടീരിയ ആർ പാരസൈറ്റ്, ഇതൊക്കെ കൺഫ്യൂഷൻ വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഇതിൽ കാണുമ്പോൾ ജസ്റ്റ് ലെഫ്റ്റ് സൈഡ് പേജ് NCERT റെഫർ ചെയ്യുക. ഈ ലൈനാണുള്ളത്, കറക്റ്റ് റൈറ്റ് സൈഡിലേക്ക് നമുക്ക് ആൻസറും ചെയ്യാം. അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ആലോചിച്ച് നോക്കി. ഓരോരോ പേജും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ തറവാവും ചെയ്യാം. ആ പേജിലുള്ള എല്ലാ ലൈൻസും നമ്മൾ കണ്ട ഒരു പരിചയം കിട്ടുമ്പോൾ ഒത്തിരി അഡ്വാൻറ്റേജ് ആണ്. NCERT പഠിച്ചതുമാണ്, NCERTയുടെ കൂടെ അതിൻ്റെ ഒബ്ജക്റ്റീവ് ചെയ്യുന്നതും നമുക്ക് വളരെ അഡ്വാൻറ്റേജ് ആയിട്ട് മാറും. അതിപ്പോൾ ബോട്ടണിയിൽ എല്ലാ ചാപ്റ്റേഴ്സും +1 +2യുടെ എല്ലാ ചാപ്റ്റേഴ്സും ചെയ്തിട്ടുണ്ട്. ഫിസിക്സിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. കെമിസ്ട്രിയും സുവോളജിയും എല്ലാ ചാപ്റ്റേഴ്സ് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. സൈലം ഡെവലപ്പ് ചെയ്ത NCERT ക്രാക്കർ ഇത്തവണ അടിപൊളി മെറ്റീരിയൽ ആയിരിക്കും നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് യൂസ് ചെയ്യുക, അതിൻ്റെ അഡ്വാൻറ്റേജ് മനസ്സിലാക്കുക, ആൻഡ് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കോൺസെപ്റ്റും അത് വെച്ച് ക്ലിയർ ചെയ്യുക. ഫീനിക്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ജൂലൈ 9th ആണ് നമ്മൾ ഫീനിക്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഫീനിക്സ് ബാച്ചിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.